ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പ്ലം കേക്കിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ചേഞ്ചസ് ഉണ്ടെന്നുണ്ട്. നോ ഫ്ലവർ നോ ഷുഗർ ആഡഡ്. ഡയറ്റ് അല്ലേ, അതായത് ഫ്ലവറിന് പകരം ഓട്സ് ഫ്ലേക്സ് ആണ് എടുത്തത്. പിന്നെ ഷുഗറിന് പകരം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ ബനാന, ആപ്പിൾ അതെല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു അറ്റംപ്റ്റാണ്. നമ്മൾ ലാസ്റ്റ് ഇയർ ചെയ്ത പ്ലം കേക്കിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ ഇത് 1 year ആയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ടൈം സോക്ക് ചെയ്യാനെടുത്താണ്. ഇത് റമ്മിൽ സോക്ക് ചെയ്താണ്. ഡ്രൈഡ് ഫ്രൂട്ട്സ് തന്നെയാണ്. ഇതിൽ കിവി, ക്രാൻബെറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരും. ഫിഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ഓക്കെ, 3 whole eggs, ബട്ടർ ആണ് കേട്ടോ. Squeeze the orange. ആപ്പിൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് ആക്കാം. പിന്നെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കളഞ്ഞാലും കുഴപ്പമില്ല. ബനാന, സോ 2 bananas 1 apple. ഇതപ്പോഴും ഉണ്ടത്. അപ്പോൾ ഡേറ്റ്സ് ആഡ് ചെയ്തെടുക്കുക. ഇത് ക്രാൻബെറി ആണ്, ഭയങ്കര മധുരമുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ഇവനെ പെട്ടെന്നൊന്ന് ബ്ലെൻഡ് ചെയ്യാം. നമ്മുടെ ഓട്സ് ഫ്ലേക്സ് ഇല്ലേ, നമ്മുടെ ഓട്സ് നമുക്ക് ഇതിനകത്തോട്ടാക്കാം കേട്ടോ. പകുതി കപ്പോളം ഉണ്ടാവും കേട്ടോ ഓട്സ്. കണ്ട ജാതിക്കയുടെ കുരുവാണ്. ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്തിടാം. ഇട്ട് കഴിഞ്ഞാലാണ് ആ സ്മെല്ല് കറക്റ്റ് വരുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ ഓറഞ്ചില്ലേ, ഓറഞ്ചിൻ്റെ സ്കിന്നും നമ്മൾ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കട്ടെ. ഇതില്ലെങ്കിൽ ഫ്ലോപ്പ് ആയിക്കോളൂ. നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ വരില്ല. ഇനി നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്തേക്കണുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്സും ബട്ടറും കൂടി ബീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ക്രാൻബെറി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഓട്സ് ഫ്ലേക്സ് ഈ മിക്സിൽ കുറച്ച് നേരം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും വേണ്ടി ഇതിൽ കിടന്ന് സോക്ക്ഡ് ആവും. നമ്മൾ ലാസ്റ്റ് ഇയർ സോക്ക് ചെയ്താണ്. ഇതിൻ്റെ കണ്ടീഷൻ നോക്കിയേ, ഫിഗാണ്ടത് കണ്ട, റമ്മിൽ സോക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഒടുക്കത്തെ സ്മെല്ലാണ് ഇത് ചേർക്കുമ്പോൾ. റമ്മല്ലേ, ഓറഞ്ച്, സിനമോണും ക്ലോവ് ഇല്ലേ, കുറച്ച് വാനില എസൻസ് ആണ്. ഇത് കൂടി ഡ്രൈഡ് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കാഷ്യൂ, വാൾനട്ട്സ്. സോ ഗൈസ്, സോ മിക്സ് ഇറ്റ് വെൽ. Then lot of nuts, lot of dry fruits and banana, apple, no flour, no sugar added. Our batter is almost ready. So manual whisking is too hard. Shit. Guys, ഇപ്പോൾ തന്നെ പ്ലം കേക്കിൻ്റെ സ്മെല്ലായിട്ടാ. ജ്യൂസും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറന്നുപോയി ഗൈസ്. വഴിക്ക് പോലെ കിടക്കട്ടെ. ഇറ്റ്സ് റെഡി ടു പോർ. അവർ ബാറ്റർ ഈസ് സോ ഗുഡ്. വാവ്, നൈസ്. സോ ഇറ്റ്സ് ടൈം ടു ബേക്ക്. നമ്മളൊരു തരം ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, സ്റ്റിൽ ഇറ്റ് സ്വീറ്റ്. ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഓട്സ് ആയതിൻ്റെ പേരിൽ പവർ പോലെ ഇങ്ങനെ പൊന്തി വരില്ല സാധനം. അതുപോലെ ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ടോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെയൊക്കെ തന്നെ ഉണ്ടാവും. മേൽഭാഗം കുറച്ച് കരിഞ്ഞിട്ടുണ്ടാവും. ഇറ്റ്സ് ഹോം മെയ്ഡ് ആസ് യൂഷ്വൽ. നമ്മുടെ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റഡ് ആണ്. സോ ലെറ്റ്സ് ഹാവ് ബേക്ക്. ഗൈസ്, അവർ പ്ലം കേക്ക് ഈസ് റെഡി. സാധനം പൊളിയാണ് ഗൈസ്. ദ സ്മെൽ ഒരു രക്ഷയില്ല. നമ്മൾ ടോപ്പിംഗ് ചെയ്തതൊക്കെ അതേമാതിരി തന്നെ കണ്ടോ. ഇറ്റ്സ് നൈസ് സ്മെൽ. ആൾ ക്ലാസ് ആയിട്ടുണ്ട്. സോ ഹാപ്പി. ഇവനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. റിയൽ റിസൾട്ട് അറിയുന്നത് നാളെ ആയിക്കോട്ടെ. ഇതൊരു ദിവസം ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കട്ട് ചെയ്യണം. പക്ഷെ ഇപ്പം എനിക്ക് സമയമില്ല, അതുകൊണ്ട് നേരത്തെ കട്ട് ചെയ്താണ്. നമ്മൾ ഓട്സാണ് ചേർത്തേക്കണം എന്നുള്ളൊരു ഫീലിങ്സും ഇല്ല. ശരിക്കും നമ്മൾ ഹോം മെയ്ഡ് പ്ലം കേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, സെയിം. 1.5 സാധനമാണ് ഗൈസ്. കിടിയുണ്ട് സാധനം പൊളിച്ച്. എനിവേ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് ബൈ ബൈ. Ciao.